പെർഫോം ചെയ്യുന്ന ഇത് കണ്ടതായിട്ട് അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്ത് കണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം എല്ലാവരും ഒരു പറ്റിയവരെല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ളുഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവര് ഇപ്പോൾ അതിൽ തുപ്പറെന്ന് പറയുന്ന ഏട്ടനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കണ്ണൂരിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസർട്ടനിറ്റി, അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്ക് ഇത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊരു കറക്റ്റായിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയെന്ന് തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ ഈ ഇരിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ. അപ്പൊ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ തൃശ്ശൂർ ആക്സെന്റ് ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുക ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറെ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ച് നാൾ മുമ്പ് അവർ വന്നിരുന്നു. കാറിൻ്റെ കുറച്ച് രണ്ടുപേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ ചെയ്യാണ്ടുണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. കുറച്ച് നാൾ മുമ്പ് ഒരു ഈ കോയിൻ പരിപാടിയുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാറിൻ്റെ കുറച്ചൊക്കെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രയാസമൊന്നും ബൈക്ക് പഠിച്ച പോലെ തന്നെ. കുറെ അധികം കണ്ടാ മനസ്സിലാവില്ല. ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോയില്ല, അത് പത്ത് ഇറങ്ങും ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ വന്നിട്ട് കാണിച്ചില്ല. എനിക്ക് അറിയട്ടോന്ന് എങ്ങനെയല്ലേ ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, കാണിച്ചില്ല. ജീവിതത്തിൽ എപ്പോഴാണ് ചീട്ട് കളിക്കേണ്ടി വരിക അറിയില്ല. ഇതില് 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. വമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാണ് ഡയറക്ടർ, പിന്നെ സോബിക്കും ടീച്ചറിനുണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയില് ഈ സ്റ്റോറി